പക്ഷെ അതിൽ ഇന്ന് വരുന്നത് ഒരു മോട്ടിവേഷൻ ആണ് കേട്ടോ. ഒരു സാഹചര്യത്തിലും നമുക്ക് വീട്ടിൽ ആയിരിക്കുന്നതായിട്ടുള്ള ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്റെ സ്വരം അത്ര കേൾക്കാൻ സുഖമില്ലാന്ന് എനിക്ക് തന്നെ അറിയാട്ടോ. എന്നാലും ചില കാര്യങ്ങൾ എനിക്ക് പറയാതെ വയ്യ. കാരണം എന്റെ ഈ അത്ര സുഖമില്ലാത്ത സ്വരം കേട്ടിട്ടാണെങ്കിലും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് സഹോദരിമാര് എന്റെ കൂടെ ചേർന്ന് ഡ്രസ്സിന്റെ ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ഈ ബിസിനസ് ചെയ്യുന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ബിസിനസ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാട്ടോ. എല്ലാ ദിവസവും നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അതിലൂടെ ഷെയർ ചെയ്യും. അപ്പൊ നമ്മളിപ്പോ പ്രധാനമായിട്ടും ഡ്രസ്സിന്റെ ബിസിനസ് ആണ് ചെയ്യുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടന്റെ ഒക്കെ സെറ്റ് മുണ്ടുകള്, സെറ്റ് സാരികളൊക്കെ ഇല്ലേ, അതൊക്കെ യൂണിഫോം ഓർഡറുകളൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം നിങ്ങൾക്ക് കിട്ടും, ലാഭം കിട്ടും. അതിലൂടെ നല്ലൊരു വരുമാനം നിത്യേന ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാം പേജിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിലൂടെയൊക്കെ, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ സ്റ്റാറ്റസ് വെച്ച്, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തൊക്കെ നിങ്ങളുടെ ബിസിനസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം. പ്രൊഡക്റ്റ് എവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ എങ്ങനെ സ്റ്റോക്ക് ചെയ്യുമെന്നൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലൂടെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഗ്രൂപ്പിലേക്ക് വേഗം ജോയിൻ ചെയ്തോളുക. ഒട്ടുമിക്ക സ്ത്രീകൾക്കേ പുറത്തു പോയിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും, പക്ഷെ സാഹചര്യം ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു കുട്ടികളെ നോക്കുന്നവർക്ക്, പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നവർക്കൊക്കെ സമയക്കുറവുണ്ടാവും. കാരണം അവർക്ക് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. നമ്മുടെ ഏതൊരു വ്യക്തിക്കും സ്വന്തം കാര്യം നോക്കാനായിട്ട് എളുപ്പം കഴിയും. മറ്റൊരാളുടെ കാര്യങ്ങളൂടെ നോക്കേണ്ടി വരുമ്പോൾ നമ്മളെക്കാൾ ദുർബലരായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒക്കെ കാര്യങ്ങൾ, സമയത്തിന് ആഹാരം, മരുന്ന്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ ആരോഗ്യപരമായിട്ട് തളർന്നു പോകും. അതുപോലെ നമ്മുടെ ഒരു ദിവസത്തിലെ ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെയാകും. അങ്ങനെ നിരാശപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. കാരണം എന്റെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ എന്നോട് സംസാരിച്ചിട്ടുള്ള ഒരു വോയിസ് ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം. ഒരു കുട്ടി എന്റെ ഗ്രൂപ്പിൽ നിന്ന് എന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കുഞ്ഞുമായിട്ടിരിക്കുന്ന സമയമാണ് ഏറ്റവും മോശമായ സമയം. അത് ഒറ്റയ്ക്ക് വളർത്തുമ്പോഴാണ് ഏറ്റവും പാടായിട്ട് തോന്നുന്നത്. മൂത്ത കുഞ്ഞിനെ ഇതുപോലെ കങ്കാരുബായിനകത്തിട്ടാ ജോലിക്ക് പോയത്. അപ്പം ആകെ എനിക്ക് വശം കെട്ടായിരുന്നു. പിന്നെ കൊച്ചിന് ഒരു 5 മാസമൊക്കെ ആയപ്പോൾ എനിക്ക് മറ്റേ കൊച്ചുണ്ടായിരുന്നപ്പോൾ ഇതുപോലെ തന്നെ വളഞ്ഞൊരു ഡിപ്രഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഡിപ്രഷൻ ആണോ എന്ന് തന്നെ അറിയത്തില്ല. അന്നൊന്നും ഈ വേർഡൊന്നും അത്ര പ്രാവർത്തികമല്ല. പിന്നെ ഈ കുഞ്ഞുണ്ടായപ്പോഴും എനിക്ക് ഒരുമാതിരി ഒരു ഇതായിരുന്നു. അങ്ങനെ ഞാനൊരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഓൺലൈനായിട്ട് ചേർന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ വീഡിയോ ഇങ്ങനെ കാണാനിടയായി. അപ്പൊ ഞാൻ ഈ സെയിലിൽ ചേർന്നു. അന്നേരം ഇപ്പം ഞാൻ തന്നെ ആദ്യം അതിന്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി സെറ്റ് മുണ്ട് തന്നെ ഓർഡർ ചെയ്തു. കാരണം ഇത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. അതിനായാലും സക്സസ് ആയി. ഈ ഒരു കുട്ടിയുടെ ശബ്ദം ഇത് തന്നെയല്ലേ എന്റെ ശബ്ദം? ഇത് തന്നെയല്ലേ നിങ്ങളുടെ ശബ്ദം? നിങ്ങൾക്കും എനിക്കും ഈ കുട്ടിക്കും ഒക്കെ പറയാനുള്ളത് ഒരേ ഒരു കാര്യം തന്നെയാണ്. നമ്മളൊക്കെ ഉണ്ടല്ലോ ചില കടമകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവതാരം എടുത്തു വന്നിരിക്കുന്നവരാ. നമ്മളിൽ ചില കടമകളുണ്ട്, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, തിരിച്ച് പ്രതിഫലം ഒന്നും ഇല്ലാതെ, അല്ലെ? മക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിനാരെങ്കിലും പ്രത്യേകിച്ച് കോംപ്ലിമെന്റ് തരാറുണ്ടോ? നീ നല്ല രീതിയിൽ നിന്റെ മക്കളെ വളർത്തിയിട്ടോ എന്ന് പറയാറുണ്ടോ? എപ്പോഴും കുറ്റമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കള് 99 നല്ല കാര്യങ്ങൾ ചെയ്താലും ആ 100ാമത്തെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റം കൊണ്ടാണെന്ന് പറയുന്ന ബന്ധുക്കളും നമ്മുടെ അടുത്ത ആൾക്കാരുമാണ് നമ്മുടെ ചുറ്റിനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പ്രായമായ മാതാപിതാക്കളെ നോക്കുകയാണെങ്കിൽ അത് ഇതിലും ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. സ്വന്തം മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ പിറന്ന, നമ്മൾ പ്രസവിച്ച മക്കളാണെന്ന് വിചാരിക്കുക. ഇത് ഭർത്താവിന്റെ മാതാപിതാക്കള് അല്ലെങ്കിൽ വയസ്സായ ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, കണ്ടുപരിചയമുള്ളൂ അവരെ, അല്ലെ? നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന് കണ്ട ആ പരിചയമുള്ളൂ. അവരെയെല്ലാം നമ്മൾ സ്വന്തം മാതാപിതാക്കളെക്കാളും നോക്കുന്നതിനെക്കാട്ടിലും, നമ്മുടെ സ്വന്തം മാതാപിതാക്കളൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിലായിരിക്കുമല്ലോ. നമ്മൾ ഇവിടെ വന്ന് ഈ പ്രായമായ മാതാപിതാക്കളെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ മക്കളുടെ കാര്യം പറഞ്ഞ പോലെ 99 നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മൾ ചെയ്യാത്ത ആ ഒരു കാര്യമായിരിക്കും ഇവരെല്ലാവരും കണ്ടുപിടിക്കുക. ഈ പറയുന്ന മാതാപിതാക്കളായാലും അവരുടെ മക്കളായാലും, അവർക്ക് ഇപ്പൊ 5-8 മക്കൾ വേറെ ഉണ്ടെങ്കിലും, ബന്ധുക്കളുണ്ടെങ്കിലും, കൊച്ചുമക്കളുണ്ടെങ്കിലും ശരി, ഈ അടുത്ത് പരിചരിക്കുന്നവർക്ക് ഇവര് യാതൊരു വിലയും കൊടുക്കില്ല. നമ്മുടെ ഈ കഴിഞ്ഞു പോകുന്ന സമയത്തിന് നമ്മൾ എന്താ പറയാ ത്യജിക്കുന്ന കാര്യങ്ങൾക്ക്
നമ്മുടെ ഈ കരിയറൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ കഴിവുള്ള സ്ത്രീകളാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പ്രായമായവരെ നോക്കുമ്പോൾ അതൊന്നും ഇവര് വിലമതിക്കത്തില്ല. അപ്പോൾ ആയിക്കൊള്ളട്ടെ, ഇത് നമ്മുടെ കടമയാണെന്ന് ഇവര് കരുതുന്നു, നമ്മളും കരുതുന്നു, ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇങ്ങനെ കടമകൾ ചെയ്ത് തീർക്കുവാൻ മാത്രമല്ലല്ലോ നമ്മുടെ സ്ത്രീകളുടെ ജീവിതം. ചെറുപ്പകാലത്തെ ഒരു കുട്ടിക്കാലത്തെ ഒരു സന്തോഷ ജീവിതമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ചു വന്ന് കുട്ടികളെ നോക്കുന്നു. കുറെ കഴിയുമ്പോ ഒരു സ്ത്രീയുടെ സാധാരണ രീതിയിലുള്ള ഒരു സ്ത്രീയുടെ ജീവിത പറയുന്നത്, ഭർത്താവിന്റെ മാതാപിതാക്കളെ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ ഒക്കെ നോക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവരെ നോക്കുന്നു. ഇങ്ങനെ മറ്റുള്ളവരെ പരിപാലിക്കാൻ, കുടുംബത്തിലുള്ളവരെ പരിപാലിക്കുവാൻ വേണ്ടി മാത്രം ഒരു സ്ത്രീയുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള സ്ത്രീകളുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇവർക്കൊന്നും എങ്ങും എത്തിപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ, ഒന്നും ആയിത്തീരാൻ സാധിക്കാതെ വരുമ്പോൾ വല്ലാതെ നിരാശ ബാധിച്ചേക്കാം. അങ്ങനെയുള്ള ഒരുപാട് പേര് നിരാശപ്പെട്ട് ഒന്നും ചെയ്യാനൊക്കെ കഴിയാത്തവര് നിരാശപ്പെട്ട് സങ്കടത്തോടെ ജീവിക്കുന്നവരുണ്ട്. ചിലവരൊക്കെ വീട്ടിലെ മറ്റുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഇതെല്ലാം കൂടെ എന്താ പറയാ ടെൻഷനായിട്ട് കുമിഞ്ഞുകൂടി പെട്ടെന്ന് ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടി ചില വഴക്കുകളായിട്ട് തീരും. അതല്ലാതെ ചില കുടുംബ പ്രശ്നങ്ങളും എല്ലാം കൂടി ആവുമ്പോഴേക്ക് ആത്മഹത്യയിലോട്ടൊക്കെ നയിക്കും. പക്ഷെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് സ്വന്തമായിട്ട് വരുമാനം നേടി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു കരിയറിലൂടെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നമ്മുടെ കരിയറും നമ്മുടെ പേഴ്സണൽ ലൈഫും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നവരൊന്നും ആത്മഹത്യ ചെയ്യാറില്ല. അപ്പൊ അവർക്ക് എന്തൊക്കെയോ അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമ്പോഴാണ് അവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നിരാശയുടെ പടുകുഴിയിലായിട്ട് ജീവിക്കാതെ നമ്മളിൽ എന്നും ഇങ്ങനെ കുറെ കടമകൾ ഓരോരുത്തർ കുത്തി ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. വീട്ടിലായിരിക്കുമ്പോൾ മാതാപിതാക്കള്, വിവാഹം കഴിച്ചയച്ച് ചെന്ന ആ വീട്ടിലാവുമ്പോൾ അവിടെ ഭർത്താവിന്റെ ബന്ധുക്കള്, ഇങ്ങനെ ഓരോരുത്തര് നമ്മളിൽ ഒരു എന്താ പറയാ ബന്ധങ്ങളിൽ നിന്ന് ഓരോ കടമകൾ വന്നുകൊണ്ടിരിക്കും. ആ കടമകളിൽ നിന്നുകൊണ്ട് കുറെ ത്യാഗങ്ങൾ സഹിച്ച് കുറെ ജോലികൾ ചെയ്ത് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാതെ നമ്മൾ നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം, സ്വന്തമായിട്ടൊരു വരുമാനം നേടണം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ സ്വന്തമായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് അടുക്കള ജോലിയും വീട്ടിലുള്ളവരുടെ ശുശ്രൂഷയും കാര്യങ്ങളും മാത്രമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷവും കിട്ടില്ല, നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു ഉയർച്ചയും കിട്ടില്ല. ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബുക്കിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ യൂട്യൂബിൽ തന്നെ നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ യൂട്യൂബിൽ ഫോണിലൂടെ പഠിക്കാല്ലേ. മൊബൈൽ ഫോണിൽ ആപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാം. ദിവസേന എന്തെങ്കിലും കാര്യങ്ങൾ പുതിയത് പഠിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ നമ്മുടെ ഒരാളുടെ ആവശ്യത്തിനുള്ള ഒരു വരുമാനം കണ്ടെത്തുക. നമ്മളുടെ ഒരാളുടെ ഒരു ആവശ്യത്തിനുള്ള ഏറ്റവും കുറഞ്ഞ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു കണക്കിൽ ഒരു 200 രൂപ 300 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ ജീവിതം ജീവിച്ചു പോകും. അതിന് നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാതെ ഒരു കൊച്ചു വരുമാനം കണ്ടെത്തുക കേട്ടോ. അപ്പോൾ പല ജീവിത സാഹചര്യങ്ങളായിരിക്കും പലർക്കും. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഓൺലൈൻ ഡ്രസ് ബിസിനസ് കേട്ടോ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ എന്നും ഈ ഡ്രസ്സിന്റെ ബിസിനസിന്റെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിൽ ഇന്ന് വരുന്നത് ഒരു മോട്ടിവേഷൻ ആണ് കേട്ടോ. ഒരു സാഹചര്യത്തിലും നമുക്ക് വീട്ടിൽ ആയിരിക്കുന്നതായിട്ടുള്ള ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അനുകൂല സാഹചര്യങ്ങൾ മാത്രം ഉണ്ടായത് കൊണ്ടല്ല അവര് മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവഗണിക്കേണ്ടതിനെ അവഗണിച്ചുകൊണ്ട്, എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നിരന്തരം പരിശ്രമിക്കുന്നത് കൊണ്ടൊക്കെയാണ് ഏതൊരു വ്യക്തിയും വിജയത്തിലെത്തുന്നത്. അല്ലാതെ അവരെ അങ്ങോട്ട് വല്ലാതെ സപ്പോർട്ട് ചെയ്യാൻ കൂടെയുള്ളവരുണ്ടായിട്ടോ, അല്ലെങ്കിൽ അവർക്ക് ചുറ്റ തടസ്സങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടോ, അവർക്ക് ഒരുപാട് ഭാഗ്യം ഉണ്ടായിട്ടോ ഒന്നും അല്ല കേട്ടോ. ഇപ്പോ തന്നെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകണം. വീട്ടിലെ സാഹചര്യങ്ങൾ, ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ, നമ്മുടെ മൂഡ് കാര്യങ്ങളൊക്കെ. ഇപ്പൊ അമ്മച്ചിയുടെ കുളിക്കാൻ കയറിയതായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് അമ്മച്ചി വന്ന് എത്രയും പെട്ടെന്ന് കുളിച്ചാ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് വേഗം ചെയ്തത് TV വെച്ചോണ്ടിരിക്കുകയാണ്. ആയിക്കൊള്ളട്ടെ. അപ്പൊ അതിന് സൗണ്ട് എപ്പോഴും അമ്മച്ചിക്ക് വെക്കാൻ അറിയില്ല. അപ്പൊ എന്റെ അടുത്ത് സൗണ്ട് വെച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇച്ചിരി കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ TV കണ്ടുകൊണ്ടിരിപ്പുണ്ട്. സാധാരണ ഈ സമയത്ത് ഒരു TV കാണലൊന്നും പതിവുള്ളതല്ല. വൈകിട്ട് 6:30-7 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ സീരിയല് കാണാറ്. ഇപ്പൊ എത്രയായി സമയം? ക്ലോക്കില് 6 മണി ആയിട്ടുള്ളൂ. ഇച്ചിരിയോടെ കഴിഞ്ഞിട്ട് അമ്മച്ചിക്ക് സീരിയല് കണ്ടാൽ മതി. അപ്പൊ നമ്മുടെ ഈ വീഡിയോ എടുക്കുന്നത് അവരെ ബാധിക്കുന്നില്ല. അവർക്ക് ആ സമയത്ത് TV വെക്കണം. സാധാരണ ഇച്ചിരി എന്നെ മാനിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ട് മനസ്സിലായ, കാരണം അമ്മയ്ക്കറിയാം ഞാൻ വീഡിയോ എടുക്കുന്നതാണെന്ന് കണ്ട് മനസ്സിലാക്കി അങ്ങ് മാറി ഒഴിഞ്ഞ് എവിടെയെങ്കിലും ഇരുന്നാൽ മതി. അവർക്കിപ്പോ അതിന്റെ ആവശ്യമില്ല. അവരുടെ സമയമായപ്പോ അവര് TV വെച്ചു. അപ്പോ
ഞാൻ വീഡിയോ അങ്ങ് എടുത്തു. ഇപ്പൊ സൗണ്ട് വെച്ചു കൊടുക്കുന്നില്ല. ഇപ്പൊ അവരെ നോക്കി അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ആ സൗണ്ട് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറയാം പിന്നെ വെച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്തെല്ലാം സാഹചര്യങ്ങൾ എന്താ പറയാ എതിരായിട്ട് വരും. അനുകൂലമായിരിക്കില്ല ഒരു സാഹചര്യം. ഇപ്പൊ വീഡിയോ എടുക്കണം എന്നുള്ളത് എന്റെ മാത്രം ആവശ്യമാണ്. ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തെങ്കിലാണ് എന്നെ പോലുള്ള കുറച്ച് സഹോദരിമാർക്ക് പ്രയോജനമാവുകയുള്ളൂ. ഒരുപാട് പേര് എന്റെ ഡ്രസ്സിന്റെ റീസെല്ലിംഗ് ഗ്രൂപ്പിലേക്ക് വരികയുള്ളൂ. കുറച്ചുകൂടെ അതൊന്ന് ഉഷാറാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഞാൻ വീഡിയോ എടുത്തേ പറ്റൂ, അത് എന്റെ ആവശ്യമാണ്. അല്ലാതെ ഈ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കിയിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കൂല. അപ്പോ നമ്മളെ സ്ത്രീകള് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ തടസ്സമുള്ളത്. നമ്മുടെ വീട്ടിലുള്ളവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തത്. ഈ ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. അപ്പോൾ നമ്മൾ സഹോദരിമാര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും നമുക്ക് ഒരു കാര്യത്തിനും കിട്ടൂല. നമ്മൾ വേണം മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള കേട്ടോ. അപ്പൊ ഇല്ലാത്ത സാഹചര്യങ്ങളെ നമ്മൾ അനുകൂലമാക്കി എടുക്കണം. ഇല്ലാത്ത സാഹചര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഞാൻ ഈ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ വീട്ടിൽ തന്നെ എന്തെങ്കിലും തുടങ്ങിയാലോ എന്നുള്ള ഒരു ആലോചനയിലാണ്. അപ്പൊ നമ്മുടെ ഈ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാട്ടുമൂക്ക് ഏരിയ ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വലത്തോട്ട് പോകുന്നത് ഒരു വനപ്രദേശമാണ്. പനയും ആറും ഒക്കെ ഉള്ള ഒരു സ്ഥലം. അങ്ങോട്ട് സിറ്റി ഒന്നുമല്ല. ഇങ്ങോട്ട് നമ്മുടെ ചെറിയ ജംഗ്ഷൻ. പിന്നെ ആരും ഇങ്ങോട്ടല്ല പാസ് ചെയ്യുന്നത്, എല്ലാവരും അങ്ങോട്ട് പാസ് ചെയ്യുന്ന ആൾക്കാരുള്ളൂ. ഇവിടെ കുറച്ച് താഴെ വരെയുള്ള വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ എന്ത് സാഹചര്യം ആയാലും നമുക്ക് എത്രത്തോളം വളരുമെന്ന് നോക്കാം. ഇവിടെ ഈ അമ്മച്ചീനെ നോക്കണം, എന്റെ ആരോഗ്യം നോക്കണം, നമുക്ക് വരുമാനവും വേണം. അപ്പൊ നമുക്ക് ഇവിടെ വീടിന്റെ ചേർന്ന് ഈ മുൻവശത്ത് തന്നെ എന്തെങ്കിലും ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാം. അപ്പൊ അതുപോലെ സ്വന്തമായിട്ട് 2-3 ഓർഡറുകളൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡ്രസ്സിന്റെ റീസെല്ലിംഗ് ബിസിനസ്സിൽ നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോയി നല്ലൊരു വരുമാനം നേടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് വരും. അപ്പൊ നമ്മൾ നമ്മുടെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒന്നിലും തളരാതെ മുന്നോട്ട് പോവുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ സ്വയം കരുത്താർജിക്കുക. നമുക്ക് വേണ്ടി പോരാടേണ്ടതും നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടതും നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ വെറുതെ ഇങ്ങനെ തിന്നും കുടിച്ചും ജീവിച്ചു പോകാതെ എന്തെങ്കിലും ഒരു വരുമാനമൊക്കെ കണ്ടെത്തി സന്തോഷത്തോടെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ച് മുന്നോട്ട് പോവുക. അപ്പോ എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.